വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് ജോബ് അപ്ഡേറ്റ്സ് ഉണ്ട് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല പാക്കേജ് ഉള്ള വാക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അതുപോലെ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിന് താഴെ ചോദിച്ചിട്ടുള്ള വാക്കൻസീസിനെ കുറിച്ചിട്ടല്ല ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ അത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യാം കേട്ടോ വീഡിയോ. കാരണം ഞാൻ കുറച്ച് വർക്ക് ലോഡായിട്ട് ഇരിക്കുകയാണ് ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ വന്ന് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നോക്കുന്ന സമയത്ത് എന്താ പറയുക, കുറേ വാക്കൻസീസ് കണ്ടു. കുറച്ച് കുഴപ്പമില്ലാത്ത നല്ല വാക്കൻസീസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഫ്രം ഹോം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നല്ല പാക്കേജ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുന്നത്തെ എന്താ പറയുക, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള കുറേ വേക്കൻസീസ് ഞാൻ നോക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടിയിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഞാൻ വേഗം തന്നെ ചെയ്യാം ഗൈസ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലിങ്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ലിങ്ക് ചോദിക്കാം. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ, നിങ്ങൾക്ക് ലിങ്കൊന്നും പറഞ്ഞ് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് തരുള്ളൂ, ലിങ്ക് തരുള്ളൂ. അത് നിങ്ങൾ മറക്കരുത് ഗൈസ്. ഇനി പുതിയതായി വരുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വാക്കൻസീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഏതാണ് പോസ്റ്റ് വരുന്നത്, ആ ഒരു പോസ്റ്റ് പ്ലസ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാക്കൻസിയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാക്കൻസിലോട്ട് പോവാം കേട്ടോ. ഒരു ഫ്രഷറിൻ്റെ വാക്കൻസിയാണ് ആദ്യം വന്നിട്ടുള്ളത്. കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി, അതായത് എറണാകുളത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോൺ IT ഫീൽഡിൽ വർക്ക് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് ടെലികോളിംഗ് ആണ്, അതായത് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലോട്ടാണ് ആദ്യം തന്നെ വാക്കൻസി വന്നിട്ടുള്ളത് കേട്ടോ. ഏതൊരു ഗ്രാജുവേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കുറേ പേരിനോട് ടെലികോളിംഗ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാക്കൻസി കണ്ടപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെയിൽ ID ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വേണം കമൻറ്റ് ചെയ്യാന്നറിയോ, ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ടെലികോളിംഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ ആയിട്ട് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതിലിപ്പോൾ HR മെയിൽ ID ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെയിൽ ID നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കുറേ ആൾക്കാർ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് ഞാൻ പറയാത്ത ഫീൽഡില്ലേ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്നും ഷെയർ ചെയ്യാത്ത വാക്കൻസീസിനെ കുറിച്ച് വന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അക്കൗണ്ടന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അക്കൗണ്ടന്റ് എന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യണം, അക്കൗണ്ടന്റ് ലിങ്ക് അല്ലെങ്കിൽ പ്ലീസ് ഷെയർ എന്നൊക്കെ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചോദിക്കുക. ഓക്കെ, പിന്നെ വരുന്നൊരു പോസ്റ്റാണ്, ഒരു ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇന്റേൺഷിപ്പാണ് അടുത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാലിക്കറ്റിലാണ് ഈ ഒരു വാക്കൻസി. ഇവർ പറയുന്നത് ഫ്രഷേഴ്സ് ഗ്രാജുവേറ്റിൻ്റെ ഒരു ഇന്റേൺഷിപ്പാണ്. അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്റേൺഷിപ്പ് പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വല്ല ജോലി ഉണ്ടോ, അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു പോസ്റ്റ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോബ് അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണോ അതൊക്കെ ഡീറ്റെയിൽസ് കമ്പനി മൊത്തം നിങ്ങൾ അറിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തന്നു എന്നുള്ള ആ ഒരു ട്രസ്റ്റിൽ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യരുത് ഗൈസ്. പിന്നെയും പറയാണ്, അവർ എന്തെങ്കിലും എമൗണ്ടും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു എമൗണ്ട് കൊടുക്കരുത്. ഓക്കെ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എമൗണ്ട് കൊടുത്തിട്ടൊന്നുമല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇന്റേൺഷിപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലല്ല, ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ആ ലിങ്കിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിൻ്റെ അകത്ത് ഈ ഒരു കമ്പനി ഏതാണ്, എത്ര സാലറി, എത്ര ഡ്യൂറേഷൻ ഉണ്ട്, എല്ലാം മസ്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അകത്തുണ്ടായിരിക്കും. പിന്നെ കമ്പനിയൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഫേക്ക് ആണല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിളിലൊക്കെ കമ്പനിയുടെ പേരൊക്കെ കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ആ ഒരു പെട്ടെന്ന് പോയി എടുത്ത് ചാടിയിട്ട് ജോയിൻ ചെയ്യൊന്നും വേണ്ട. ഒക്കെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അടുത്തൊരു വാക്കൻസി വന്നിട്ടുള്ളത് PHP ഇന്റേൺഷിപ്പ് ഫോർ ഫ്രഷേഴ്സ് ആണ് കേട്ടോ. അത് കാലിക്കറ്റിലാണ് ഈ ഒരു വാക്കൻസി, സൈബർ പാർക്കിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു മെയിൽ ID ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത് ഇന്റേൺഷിപ്പ് ബേസിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നൊരു വാക്കൻസിയാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്ന വാക്കൻസിയാണ് വരുന്നത് കേട്ടോ. കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അവർ ചോദിക്കുന്നത് ഫിനാൻസിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് അവർ പറയുന്നുണ്ട്. ഫ്രഷേഴ്സിന് ഈ ഒരു വാക്കൻസി യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വാക്കൻസി യൂട്ടിലൈസ് ചെയ്യുക. ബാച്ചിലേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി 1 year എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അത് മൈക്രോസോഫ്റ്റിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലിങ്ക് ചോദിക്കാൻ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് ഗൈസ്, ഫിനാൻസ് അനലിസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കൻസി ഉണ്ട്. വർക്ക് ഫ്രം ഹോം ആണ് ഗൈസ് ഇത്. അതുപോലെ തന്നെ BCom BBA ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നു. അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ +2 കൊമേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ BCom കഴിഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. 1 year എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ. പിന്നെ എന്താണ് ടാക്സ് അനലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കൻസി ഉണ്ട്. കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അതിൽ കുറേ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്, സർട്ടിഫിക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ അതിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് ആ കമ്പനി ഏതാണെന്ന് അറിഞ്ഞ് അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് ടെലികോളിംഗ് എക്സിക്യൂട്ടീവ്. ടെക്നോ പാർക്കിലാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് കേട്ടോ. ഫ്രഷർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്ന വാക്കൻസിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. ലൊക്കേഷൻ ആലുവയാണ്, എറണാകുളത്താണ് വരുന്നത് കേട്ടോ. ഇതിൽ പറയുന്നത് 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഫ്രഷർ ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറവാണ് ഈ ഒരു ഫീൽഡിൽ പറയാറുള്ളത്. അവർക്കൊക്കെ ഈ എന്താ പറയുക, ഈ ഒരു വാക്കൻസി യൂട്ടിലൈസ് ആവട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിൽ വരുന്ന വാക്കൻസിയാണ്. കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട് കേട്ടോ. 25 അവർ പറയുന്നുണ്ട്. നല്ല പാക്കേജ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് വാക്കൻസീസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു 10 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്കൻസി അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന വാക്കൻസി ഏതാണോ ആ ഒരു വാക്കൻസി ഈ ഒരു വീഡിയോയ്ക്ക് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, ലൈക്ക് ചെയ്യണം. അതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്താ പറയുക, എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു CVs ഒക്കെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ കാണാം. അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് റെസ്യൂം ഒക്കെ മേക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ജോബിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡീഡിൽ ഡയറക്റ്റ് കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.